വെറും 13 വയസ്സുള്ള താരത്തെ എന്തിനാണ് രാജസ്ഥാൻ 1,10,00,000-ന് വാങ്ങിച്ചതെന്ന് ഒരുപാട് പേര് ചോദിച്ചു. എന്താണ് അതിനു പിന്നിലെ ട്രിക്ക്? ഇപ്പോഴത്തെ കോച്ച് ദ്രാവിഡ് വ്യക്തമായ ഉത്തരം തന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വൈഭവിനെ വാങ്ങിച്ചതെന്ന് ദ്രാവിഡ് പറഞ്ഞു. ദ്രാവിഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് വൈഭവ്. 13 വയസ്സുള്ള കുട്ടിയെ IPL-ൽ ഇതുവരെ ആരും വാങ്ങിച്ചിട്ടില്ല. ആ റെക്കോർഡും ഇനി രാജസ്ഥാന് സ്വന്തം. എന്തുകൊണ്ടായിരിക്കും വൈഭവിനെ രാജസ്ഥാൻ വാങ്ങിയത്? ഇപ്പോഴത്തെ കോച്ച് ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വൈഭവിനെ എടുക്കാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ സഞ്ജുവാണ് ആ പയ്യനെ എടുക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ലേലത്തിന് മുന്നേ ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിലാണ് ഇതിന് തീരുമാനമായത്. അവന് ചില നല്ല സ്കില്ലുകളുണ്ട്. അതിനാൽ ഇത് അവന് വളരാനുള്ള നല്ലൊരു സാഹചര്യം റോയൽസിലുണ്ടാകും. വൈഭവ് ഞങ്ങളുടെ ട്രയൽസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ അവൻ്റെ പ്രകടനം കണ്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാനും സഞ്ജുവും അത് തീരുമാനിച്ചത്. അവൻ്റെ പ്രതിഭയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. വരാൻ പോകുന്ന IPL-ൽ അവന് ഞങ്ങൾ അവസരങ്ങൾ കൊടുക്കും. ഒരുപക്ഷെ IPL-ന്റെ ചരിത്രം തന്നെ അവൻ തിരുത്തി കുറിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വൈഭവിനെ ലേലത്തിൽ എടുക്കണമെന്നത് സഞ്ജുവിൻ്റെ തന്ത്രമായിരുന്നുവെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. സഞ്ജു ഒന്നും കാണാതെ വെറും 13 വയസ്സുള്ള താരത്തിന് 1 കോടി കൊടുത്ത് ടീമിലേക്ക് എടുക്കാൻ ആവശ്യപ്പെടില്ല. സഞ്ജുവിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ഒരുപക്ഷെ വരാൻ പോകുന്ന IPL-ൽ വൈഭവിൻ്റെ വൺ മാൻ ഷോ നമുക്ക് കാണാൻ സാധിക്കും. ആ താരത്തിൻ്റെ ബാറ്റിങ്ങിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം വെറും 13 വയസ്സ് മാത്രമേ ആ പയ്യനുള്ളൂ. അതുകൊണ്ട് അവൻ്റെ മാച്ചിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഒരു താരം IPL കളിക്കുന്നതെന്ന് കാണാനാണ് ആരാധകർക്ക് ആകാംക്ഷ. എന്തായാലും സഞ്ജു ഇപ്രാവശ്യം 2 കളിപ്പിച്ചാണ്. രാജസ്ഥാൻ കപ്പ് നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.